തിങ്കൾ ബുധൻ വെള്ളി ഇപ്പോൾ തോട്ടത്തിൽ പോണ ദിവസമാണ്. അപ്പോൾ പിന്നെ കാലത്ത് 6 മണിക്ക് പോകും. നിസ്കാരം കഴിഞ്ഞേക്കാൻ 6 മണിക്ക് നേരത്തെ പോകാറുണ്ട്. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വണ്ടി ഇറക്കി നേരെ വണ്ടി വീടിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ തോട്ടത്തേക്കുള്ള പുല്ലും പാത്രമൊക്കെ ഉണ്ടായിരുന്നു, പാല് വണ്ടിയുള്ള പാത്രമൊക്കെ ഉണ്ടായിരുന്നു. നേരെ വിട്ട് തോട്ടത്തിൽ എത്തി. പിന്നെ തോട്ടത്തിൽ എത്തിയാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തേരാപ്പാര നടക്കലാണ്. 2 തോട്ടമുണ്ട് ബാബാക്ക്, ഒന്ന് പച്ചക്കറി ഉള്ള തോട്ടം, പിന്നെ ഒന്ന് കോഴിയുടെ തോട്ടം. അങ്ങനെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് സവാള വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇറക്കി കഴിഞ്ഞ് നേരെ പോകാനുള്ള ടൈമായി. അങ്ങനെ ആടിനെ വീട്ടിലേക്കുള്ള ആടിനെടുത്ത് നേരെ ഇറക്കണോടത്ത് കൊണ്ടുപോയിട്ട് കൊടുത്ത് അവിടെ 2-3 മണിക്കൂർ അവിടെ പോസ്റ്റായി. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് നേരെ വിട്ട് വരുമ്പോൾ വാങ്ങി കൊടുത്ത് നേരെ പള്ളിയിൽ കയറി ഇറങ്ങി. അങ്ങനെ ചായ കുടിച്ചുണ്ടായിരുന്നില്ല. അപ്പോൾ കൃഷ്ണൻ്റെ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സേമിയ ഉപ്മാവ്. അതൊക്കെ കഴിച്ച് നേരെ മാമ വിളിച്ചു അബുദാബിക്ക് ഇറച്ചി കൊണ്ടു കൊടുക്കണം പറഞ്ഞിട്ട്. ഇറച്ചി കൊണ്ടുപോയി ഇങ്ങനെ റസാക്കും ഫിറോസും പണി തുടങ്ങി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചസിൽ തന്നെ നമ്മൾ സ്ഥിരം പോണ ചായക്കട ഉണ്ട്, അവിടെ പോയി ചായ കുടിച്ച് അലയിലെത്തിയപ്പോൾ അടുത്ത പണി കിട്ടി. ഇറച്ചി മറ്റേ മഷുവായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് കൊണ്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് ഉണ്ടാകാൻ കാണാൻ നല്ല രസമാണ്. ഇതൊരു വലിയൊരു കുണ്ടുണ്ടാവും, അതിൽ ഈ പറഞ്ഞ പോലെ പല വീട്ടിൽ നിന്നും ഇറച്ചി ഉണ്ടാവും, ബീഫ്. അത് നേരെ കൊടുന്ന ആ കുണ്ടിക്ക് ഇടുക, തീരിൻ്റെ കൂടിനെ കുണ്ടിക്ക് ഇട്ടിട്ട് അത് മൂടും. അതിൻ്റെ മൂടുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ അതിൻ്റെ മേലെ ഒരു ഇരുമ്പിൻ്റെ പലക വെച്ചിട്ട് അതിൻ്റെ മേലെ കാർപ്പറ്റ് ഉണ്ട്, ആ കാർപ്പറ്റ് ഇട്ടിട്ട് അതിന് മേലെ മണ്ണിടും. അങ്ങനെ ഇടുന്നത് എന്തിനാ വെച്ചാൽ ഇത് ആവി തീരെ പുറത്തേക്ക് വരാൻ പാടില്ല. ആ ആവിയിൽ കിടന്നിട്ട് ഇറച്ചി വേവും. ഇതൊരു ദിവസം അങ്ങനെ ഫുള്ളായിട്ട് ഇടും. പിന്നെ മണ്ണിട്ട് കഴിഞ്ഞാലും വീണ്ടും ഉണ്ടാവും, പുക വരുന്നുണ്ടാവും. ആ പുക വരുന്ന സ്ഥലം നോക്കിയിട്ട് വീണ്ടും അവർ മണ്ണിട്ട് ഫില്ല് ചെയ്യും. അങ്ങനെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി ആശുപത്രിയായിട്ട് ഭാഷ അടുത്തേക്ക്. കുറേ ദിവസമായി വന്നിട്ടാണ് അല്ലെങ്കിൽ പോകാനൊരു ഗ്യാപ്പ് കിട്ടാത്ത കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരെ അവൻ്റെ അടുത്തേക്ക് പോയി നേരെ അടുത്ത് ചായക്കടയിൽ പോയി ചായ കുടിച്ച് കുറച്ച് നേരം കത്തി അടിച്ചിട്ടൊക്കെ പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രക്ക് തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.